ഉയിരെ. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇടനെഞ്ചിൽ അബിയെയും മറുഭാഗത്ത് ആലിയെയും ചേർത്ത് പിടിച്ച് സിദ്ധു ഉറങ്ങി. അവന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന അബിയുടെ വയറിലായിരുന്നു സിദ്ധുവിന്റെ കൈകൾ. അവൾ തല ഉയർത്തി അവനെ നോക്കി. ഉറക്കത്തിൽ പോലും അവൻ അവരെല്ലാം ചേർത്ത് പിടിച്ച് കണ്ട് അവളുടെ കണ്ണിൽ നനവ് പടർന്നു. അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ അവനെ പൊതിഞ്ഞു പിടിച്ചു. രാവിലെ അബി അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. അവൾ വന്ന് വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ അംബിക ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അബി അവരകത്തേക്ക് ക്ഷണിച്ചു. സോഫയിൽ ഇരുന്നുകൊണ്ട് അംബിക അബിയെ തന്നെ നോക്കി. അമ്മക്ക് ചായ എടുക്കട്ടെ? വേണം, മോളെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ. അബി ചിരിച്ചുകൊണ്ട് വേഗം ചായ എടുത്ത് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അവരത് കുടിച്ച് അവളെ നോക്കി. ആലി എവിടെ? എഴുന്നേറ്റിട്ടില്ല. അച്ഛനും മോളും കൂടെ എഴുന്നേൽക്കാൻ സമയാവൂലേ? അംബിക എഴുന്നേറ്റ് അബിയുടെ അടുത്ത് വന്ന് അവളുടെ കൈ പിടിച്ചു. അമ്മക്ക് മോളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം മറന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അബിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അവൾ ശരിയാൻ തലയാട്ടി വേഗം മുറിയിലേക്ക് പോയി. ആലിയെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന സിദ്ധുവിനെ തട്ടി വിളിച്ചു. ഏട്ടാ ഏട്ടാ. എന്താടി? അമ്മ വന്നിരിക്കുന്നു. ഏട്ടാ, അമ്മ വന്നിരിക്കണോന്ന്. സിദ്ധു കണ്ണു തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. അവളെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ വലിച്ചു നീപ്പിച്ചു അബി. വേം പല്ല് തേച്ചു വാ. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. സിദ്ധു നേരെ ഹാളിലേക്ക് പോയി. അബി ആലിയെ നോക്കി അവന് പുറകിൽ അവളും പോയി. സിദ്ധുവിനെ കണ്ട അംബിക അവൻ്റെ അരികിലേക്ക് നിന്നു. എന്തേടാ, ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഇന്ന് ലീവാക്കി, അമ്മ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കേട്ടതും അബി സിദ്ധുവിനെ ദേഷ്യത്തിൽ നോക്കി. അവർ സംസാരിച്ചിരിക്കുമ്പോൾ അബി അടുക്കളയിലേക്ക് വലിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അംബിക അടുക്കളയിൽ വന്നു. മോളെ, ഞാൻ ഇറങ്ങട്ടെ, നിങ്ങൾ വരുമ്പോഴേക്കും കുറച്ച് പണിയുണ്ട്. ചായ പിടിച്ചിട്ട് പോവാമ്മ. വേണ്ട, ഉച്ചക്ക് അവിടെ ചെറിയ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, അതിനുള്ളെല്ലാം നോക്കണം. അവരവിടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ അവരുടെ കൂടെ കാറിൽ കയറുന്നവരെ പോയി. അംബിക പോയതും സിദ്ധുവോടെ അടുത്ത് വന്നു അബി അവനെ തടഞ്ഞു. അമ്മ വരുന്ന എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ അതിനേക്കാൾ ഹാപ്പി ന്യൂസ് അല്ലേടി ഞാൻ കേട്ടത്, അപ്പം മറന്നുപോയിടി. അബി അവനെ മറികടന്ന് പോവാൻ നിന്നും സിദ്ധുവളെ പിടിച്ചു നിർത്തി. അവള് പുറകിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ താടി വെച്ച്. ഇനിയിങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പാടില്ല, എപ്പോഴും ചിരിക്കണം. ഓ പിന്നെ ഡേ, മര്യാദക്ക് ഞാൻ പറയുന്നിട്ട് അടങ്ങി ഒതുങ്ങി നിന്നോ. എന്നിട്ട് 10 മാസം കഴിഞ്ഞ് എൻ്റെ മോർണിംഗ് തന്നോ. എന്നിട്ട് വേണം. എന്നിട്ടെന്താ? എന്നിട്ട് വേണം എനിക്ക് അടുത്ത മോളെ തരാൻ. അവളുടെ കാതിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും അബി അവൻ്റെ കൈ വിടുവിച്ച് മാറിയെന്ന് അവനെ നോക്കി. അവളെ നോക്കി മീശ വിരിച്ചുകൊണ്ട് സിദ്ധു നിന്നു. ഇത് ഞാൻ ക്ഷമിച്ചു, ഇനി എന്നെ നാണം കിട്ടിയാലുണ്ടല്ലോ. ഇതൊക്കെ എന്ത്, നീ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്ന എൻ്റെ ആമിക്കുട്ടി. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവിളിൽ മുത്തി അവനത് പറയുമ്പോൾ അവൾ നാണം കൊണ്ട് മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ച്. ഉച്ചയോടെ അടുത്ത് സിദ്ധു അബി ആലിയും വീട്ടിലേക്ക് പുറപ്പെട്ടു. ഗേറ്റ് കടന്നപ്പോൾ തന്നെ അവർ കണ്ടു വീട് പൂക്കൾ കൊണ്ടെല്ലാം അലങ്കരിച്ചത്. മുറ്റത്ത് നിർത്തിയ കാറുകൾ കണ്ട് അബി സിദ്ധുവിനെ നോക്കി. ഒരുപാട് ആളുകളുണ്ട് കേട്ടാ. എനിക്കെങ്ങനെ അറിയാം, എല്ലാം അമ്മയുടെ സെറ്റപ്പാ. നീ ഇറങ്ങ്. സിദ്ധു ആലിയെയും കൊണ്ട് ഇറങ്ങി. അബി ഇറങ്ങി ചുറ്റും നോക്കി. ഉമ്മറത്തേക്ക് വന്ന അംബിക അവരെ കണ്ടത് അകത്തേക്ക് കയറിപ്പോയി. സിദ്ധുവിന്റെ വലത് കൈ പിടിച്ച് അവൾ ആ വീട്ടിലേക്ക് നടന്നു. അവന്റെ ഇടത് കൈയിൽ ആലി ഉണ്ടായിരുന്നു. അവരുമ്മറത്തെത്തിയതും അംബിക നിലവിളക്ക് കൊണ്ട് അങ്ങോട്ട് വന്നു. എന്നാൽ അബിയെ ഞെട്ടിച്ച കാഴ്ച അംബികക്ക് പുറകിൽ വന്നവരെ കണ്ടായിരുന്നു. അബിയുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അവളെല്ലാവരെയും കണ്ട് കണ്ണുവീഴ്ച നോക്കി. ആലിക്ക് അവരെല്ലാം കണ്ട് അമ്പരപ്പായിരുന്നു. എന്നാൽ സിദ്ധു മാത്രം അവരെല്ലാം നോക്കി ചിരിച്ചു. കയറ് മോളെ, അംബിക അബിയോട് പറഞ്ഞപ്പോൾ അവൾ സ്വഭാവത്തിലേക്ക് വന്നു. അവൾ നിലവിളക്ക് വാങ്ങി അകത്തേക്ക് വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി. അകത്തേക്ക് നടക്കുമ്പോൾ അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. അബിയുടെ അമ്മ ആലിയെ എടുത്തു. അബിയുടെ പുറകിൽ എല്ലാവരും അകത്ത് കയറിയതും അനന്ത് സിദ്ധുവിനെ പിടിച്ചു വലിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. എന്താടാ? എന്നാലും നിന്നെ സമ്മതിച്ചു. എൻ്റെ പെങ്ങൾ എന്ത് വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ നിർത്തൂടാ. അതിനെന്താ ഉണ്ടായേ? ഇനി എന്തുണ്ടാവാൻ? ആ പെണ്ണിന് ഇത്തിരി റെസ്റ്റ് കൊടുക്കുമോ നീ? നന്ദേട്ടൻ പറഞ്ഞല്ലേ, ഇനി അങ്ങോട്ട് ഫുള്ള് റെസ്റ്റാണ്. ഒരൊറ്റൊന്ന് തന്നാലുണ്ടല്ലോ. ഒരെണ്ണുള്ള സ്ഥിതിക്ക് നീ കുറച്ചാണെങ്കിലും അടങ്ങിയിരിക്കുന്നു കരുതി. എവിടെ ദാ പറ്റിപ്പോയി. പറയുന്ന കേട്ടതൊന്നും അറിയാതെ സംഭവിച്ചാണെന്ന്. ഇങ്ങനെ തന്നെടാ മാറി 4 മുമ്പ് നടന്നു. അനന്ത് പറയുന്ന കേട്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് നിന്നു. അവർ മാറിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് നന്ദൻ അങ്ങോട്ട് വന്നു. എന്താണ് അളിയനും കൂടെ ഒരു സ്വകാര്യം? ഏയ് ഒന്നുമില്ല നന്ദേട്ടാ, ഞാൻ ഇവനോട് ഏട്ടനെ കണ്ട് പഠിക്കാൻ പറഞ്ഞ. അതിന് സിദ്ധു എന്ത് ചെയ്തോടാ? ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടം കിട്ടിയ അവസ്ഥയാവന്. അനന്ത് പറയുന്ന കേട്ട് നന്ദനും സിദ്ധുവും പൊട്ടിച്ചിരിച്ചു. സിദ്ധുവിനെ കളിയാക്കുന്നുണ്ടെങ്കിലും കുഞ്ഞു വരുന്നതിൽ അവന് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. സ്ത്രീകളെല്ലാവരും അടുക്കളയിലായിരുന്നു. അബിയുടെ വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞു ആലി എല്ലാവർക്കിടയിൽ കളിച്ചുകൊണ്ട് നടന്നു.
അബിയുടെ അമ്മയും അംബികയും സംസാരിക്കുമ്പോൾ അബി ആതിരയെ പിടിച്ച് കുറച്ച് മാറ്റി നിർത്തി. നീ ചോദിക്കണ്ട, നിന്റെ അമ്മായിമ്മ എല്ലാവരെയും ക്ഷണിച്ചു. അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിച്ചു. പിന്നെ നന്ദേട്ടനെയും വിളിച്ചു. നന്ദേട്ടൻ്റെ കൂടെ പ്ലാനാ ഈ പരിപാടി. അബിക്ക് സന്തോഷം തോന്നി. അബി അവിടെ നിന്ന് നടന്നു. സിദ്ധുവിനോട് സംസാരിച്ചിരിക്കുന്ന നന്ദനെ കണ്ട് അവൾ അങ്ങോട്ട് പോയി. അവൻ അടുത്തിരുന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നന്ദേട്ടൻ നിന്നോട് മിണ്ടിയിട്ടേ ഇല്ല. അവളുടെ പരിഭവം കേട്ട് നന്ദൻ ചിരിച്ചു. സിദ്ധു അവരുടെ സ്നേഹം കണ്ട് അവരെ നോക്കി നിന്നു. അതിനിപ്പോ നിനക്ക് സിദ്ധു മാത്രം പോരെ? അവൾ നന്ദന്റെ നെഞ്ചിൽ പതിയെ കുത്തിക്കൊണ്ട് അകന്ന് മാറി. നീ ഇപ്പൊ ഏറ്റവും സന്തോഷത്തിലാണെന്ന് ആരെക്കാളും കൂടുതൽ നിന്റെ ഏട്ടനറിയാം. പിന്നെ എനിക്ക് എന്നും നീ എൻ്റെ അഭി തന്നെയാണ്. എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഈ ഏട്ടനോട് പറയാതിരിക്കില്ല. പക്ഷെ ഇപ്പൊ എന്തോ ഒരു സന്തോഷം എന്നോട് പറയാനുണ്ടല്ലോ. അബി സിദ്ധുവിനെ നോക്കി. അവൻ മറ്റെങ്ങോ നോക്കി നിന്നു. അബി പറയുന്ന കേൾക്കാൻ അവന് കൊതിച്ചിരുന്നു. നന്ദേട്ടാ, അത് എൻ്റെ അബി ഇങ്ങനെ നാണിക്കണ്ട, സിദ്ധു പറഞ്ഞതിനോട്. അപ്പൊ എല്ലാരും അറിഞ്ഞോ? ഇല്ല, ഞാനും അനന്തവും മാത്രം. ആലി അനന്തും കൂടെ കളിയിലായിരുന്നു. അനന്ത് എന്തോ കള്ളത്തരം ചെയ്ത് ആലിക്ക് ദേഷ്യം വന്നു. അവൾ അവന്റെ മുടി വലിക്കാൻ തുടങ്ങി. മാമ കള്ളക്കളി കളിക്കുന്നോ? മോളെ, മാമന് ചക്കരല്ലടി, വിടടി. വിടൂല, എന്തിനാ കള്ളത്തിന് കാണിച്ചേ? അനന്ത് പറയുന്നൊന്നും കേൾക്കാതെ ആലി അവന്റെ മുടിയിൽ തന്നെ പിടിച്ചു. അവസാനം അനന്ത് സോറി പറഞ്ഞ് പ്രശ്നം ഒഴിവാക്കി. അവൻ ക്ഷീണിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വന്നിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് സിദ്ധു വന്ന്. എന്താടാ? ഏയ് ഒന്നുമില്ല. നിന്റെ ഒന്നിങ്ങനെയാണെങ്കിൽ അടുത്ത് എങ്ങനെയാന്ന് ഓർത്തിരുന്നാ? മിക്കവാറും അതെന്റെ തലയിലാവും. ഈശ്വര, എന്റെ തല. അനന്ത് പറയുന്നൊന്നും മനസ്സിലാവാതെ സിദ്ധു ഇരുന്നു. ഹാളിൽ നിലത്ത് ഇലയിട്ടായിരുന്നു ഭക്ഷണം വിളമ്പിയത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആലിക്ക് അനന്തുവായിരുന്നു ഭക്ഷണം വാരിക്കൊടുത്ത്. അവൻ തന്നാ മതിയെന്ന് അവൾ വാശി പിടിച്ചു. ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് സിദ്ധു ആ സന്തോഷം എല്ലാവരോടും പറഞ്ഞത്. പിന്നെ എല്ലാവരും അബിയെ പൊതിഞ്ഞു. അംബിക അവളുടെ നെറുകയിൽ മുത്തി സന്തോഷം അറിയിച്ചു. കുഞ്ഞ് ജനിക്കുന്ന സന്തോഷം പങ്കിടാൻ അംബിക എല്ലാവർക്കും മധുരം നൽകി. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അനന്തവും സിദ്ധുവും നന്ദനും പരസ്പരം തോളിൽ കൈവച്ച്, നമ്മുടെ കുടുംബം എന്നും ഇതുപോലെ നിൽക്കട്ടെ. അതേ നന്ദേട്ട, അതെ, രണ്ടളിയന്മാരോടും കൂടെ എനിക്കൊരു പെണ്ണൂടെ കണ്ടുപിടിച്ചോ. എൻ്റെ ആലിക്കൊരു അമ്മായി വേണം. അപ്പൊ നന്ദേട്ട, നമ്മുടെ അടുത്തോട്ട് വീട്ടില് നമ്മുടെ അളിയന്റെ കല്യാണത്തിന്. ശരിക്കും? ആനന്ദ് അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. അവരധികം തലയാട്ടിയതും അനന്ത് അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച്. ഇത് കണ്ട് ദൂരെ നിന്നും ആലി കൈകൊട്ടി ചിരിച്ചു. ആലി! അബി വീടിന് ചുറ്റും ആലിയെ തിരഞ്ഞെടുക്കുകയാണ്. എവിടെയും കാണാതെ അബി അകത്ത് കയറുമ്പോഴാണ് ടെറസിൽ നിന്ന് ആലിയുടെ ചിരി കേട്ടത്. അവൾ വേഗം മുകളിലേക്ക് ചെന്നു. അവിടെ ആലി കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. അബി ആ ഭാഗത്തേക്ക് നോക്കിയതും സിദ്ധു പുഷപ്പ് എടുക്കുകയായിരുന്നു. ഒരു കൈ കൊണ്ടാണ് പുഷപ്പ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആലി കൈകൊട്ടുന്നത്. എന്നാൽ അബിയുടെ കണ്ണുകൾ പോയത് അവൻ അരികിലിരുന്ന് കുടുകുടെ ചിരിക്കുന്ന അല്ലിയിലേക്കാണ്. അവരുടെ കൺമണി വന്നു വിട്ടോ. 2 വയസ്സായി അവൾക്ക്. അല്ലി. ജൂനിയർ സിദ്ധു പ്രതീക്ഷിച്ച എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ടാണ് അല്ലി വന്നത്. അതുല്യ എന്ന് പേരിട്ടു. അവിടെ എല്ലാവരും അല്ലിയെന്ന് വിളിച്ചു. നമ്മുടെ ആലി സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അബി അല്ലിയെ എടുത്ത് സിദ്ധുവിനെ ദേഷ്യത്തിൽ നോക്കി. അവൻ എഴുന്നേറ്റ് അവിടെ സാരി തലപ്പുകൊണ്ട് മുഖം തുടച്ചു. നിങ്ങളോട് എത്ര പറഞ്ഞ ഏട്ടാ ഇവിടെ കൊണ്ട് മുകളിൽ വരുതെന്ന്? ശ്രദ്ധ തെറ്റിയാ മതി. അതിന് എൻ്റെ ശ്രദ്ധ തെറ്റില്ല അല്ലേടാ അച്ഛൻ്റെ അല്ലിപ്പൂ. സിദ്ധു കൈകാട്ടിയതും അവൾ അവൻ്റെ ദേഹത്തേക്ക് ചാടി. എൻ്റെ ആലിപ്പഴോ അല്ലിപ്പൂതേ, എൻ്റെ ഈ കൈവളിൽ നിന്ന് എങ്ങോട്ടും പോയില്ലടി കെട്ടിയോളെ. സിദ്ധു ആലിക്ക് നേരെ കൈ നീട്ടി പറഞ്ഞു. അവൾ ഓടി സിദ്ധുവിൻ്റെ അരികിലേക്ക് വന്നു. അവർ 4 പേരും താഴെ വരുമ്പോൾ അംബിക ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു അല്ലിയെ അംബികയുടെ കയ്യിൽ കൊടുത്ത് മുറിയിലേക്ക് പോയി. അബി അടുക്കളയിലേക്കും. ആലിയും അല്ലിയും അംബികയും പിന്നെ അവിടെ ലോകത്ത് കളിയും ചിരിയുമായി കൂടി. ചായക്കുള്ള വെള്ളം എടുക്കുമ്പോഴാണ് അബിക വയറിലൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നിയത്. അവൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. സിധുവിന്റെ കൈകൾ സ്ഥാനം മാറാൻ തുടങ്ങിയതും അബി അവന്റെ കയ്യിൽ മെല്ലെ തല്ലി. അതെന്ത് പറിച്ചിരാടി, നീ പിന്നെ തീരെ കയറിയുന്നില്ല ടാമി. കയറി എനിക്ക് 2 കൊച്ചുങ്ങളെ തന്നിട്ടില്ലേ? പിന്നെ എനിക്ക് എവിടെയാ നിങ്ങൾ കയറിയാൻ സമയം? എന്നാലും എന്നെ കൂടെയൊക്കെ ഒന്ന് പരിഗണിക്കാം. അബി അവന് നേരെ തിരിഞ്ഞു നിന്നു. സിധു അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. അവിടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത് നോക്കി. പറയുന്ന കേട്ടാ തോന്നും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വേറെ ആരാണ് ചെയ്യുന്നതെന്ന്. രാവിലെ ഓഫീസിൽ പോകുന്നവരെ നിങ്ങളുടെ കൂടെ വേണം. ആലി സ്കൂളിൽ വിടുന്നതിനേക്കാൾ തിരക്ക് നിങ്ങളെ വിടാനാ. പിന്നെ വന്നാലോ പറയണ്ട. ആമി അതെവിടെ, ആമി ഇതെവിടെയെന്ന് ചോദിച്ചു. എന്നിട്ടിപ്പോൾ ഞാൻ കയറിയുന്നില്ല പോലും. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായി. ഒരു 2 ദിവസം എന്നെ തേച്ച് നിർത്തിയില്ല. അപ്പോഴേക്കും വരും മക്കളെ കാണാൻ കൊതിയായി എന്ന് പറഞ്ഞ്. അബി ദേഷ്യത്തിൽ പറയുമ്പോഴെല്ലാം സിധു ചിരിച്ചുകൊണ്ട് അവളുടെ ദേഷ്യം ആസ്വദിക്കുകയായിരുന്നു. അവൻ്റെ ചിരി കണ്ടതും അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു. എന്തൊക്കെ പറഞ്ഞാലും അനന്തേട്ടൻ്റെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഞാൻ പോകും. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. നിനക്ക് അത്രയും ദിവസം എന്നെ കാണാതിരിക്കാൻ പറ്റൂടി? സിദ്ധു അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ മിഴികളിൽ നോക്കി ചോദിച്ചു.
അവന്റെ മിഴികളിലെ തീവ്രതയിൽ ലയിച്ചുകൊണ്ട് അഭി നിന്നു. അവൾ അവനെ നോക്കി പറഞ്ഞതും സിദ്ധു അവളെ വലിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. അവളുടെ കഴുത്തിൽ പിടിച്ച് അവന്റെ മുഖത്തോട് അവളുടെ മുഖം അടുപ്പിച്ചു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് വീഴുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞു. നിനക്ക് പറ്റുമോ? അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചതും അഭി അവൾ പോലും അറിയാതെ ഇല്ലെന്ന് തലയാട്ടി. ആ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു. അവളുടെ അധരങ്ങൾ മാറി മാറി നുകരുന്ന അവനെ അവൾ ഇറുകെ പിടിച്ചു. ശ്വാസഗതി ഉയരുമ്പോഴും അവർ അകന്നു മാറിയില്ല. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു. ഒടുവിൽ അവളുടെ നഗ്നമായ വയറിലൂടെ കടന്നതും അവളിൽ നിന്നും ഒരു ശീൽക്കാരമുയർന്നു. കിതച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവൻ വിട്ടുമാറി. നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയില്ല ആമി. നീയില്ലാത്ത 2 ദിവസമില്ലേ, അതെനിക്ക് 2 യുഗ. അവർക്കെല്ലാം വിഷമാവെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ നിന്നെ കൂട്ടാൻ വരുന്നത് അത്രയും എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാ. എനിക്കറിയാം, എൻ്റെ അടുത്തില്ലെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഏട്ടം വരണമെന്നായിരിക്കും ഞാൻ നോക്കിയിരിക്കുന്നത്. അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഇറുകെ പുണർന്നുകൊണ്ട് സിദ്ധു അവളുടെ മൂർധാവിൽ ചുംബിച്ചു. ആ സമയത്താണ് അടുക്കളയിലേക്ക് ആലി വന്നത്. ആലി സിദ്ധുവിനെ അഭിയും കണ്ടത് ഉറക്കെ വിളിച്ചു. അച്ഛമ്മ, വേഗം ഓടിവായോ. അത് കേട്ട് സിദ്ധു ആമിയും വേഗം അകന്നു മാറി. സിദ്ധു ജോലി ചെയ്യുന്ന പോലെ നിന്നു. സിദ്ധു ആലിയെ നോക്കി മിണ്ടല്ലേന്ന് കാണിച്ചു. അപ്പോഴേക്ക് അവിടേക്ക് അംബിക വന്നിരുന്നു. എന്താലി വിളിച്ചത്? അതാ അച്ഛമ്മ, അച്ഛ അമ്മേ. ആലി പറയുമ്പോഴേക്കും സിദ്ധോടെ വാപ്പുത്തി പിടിച്ചുകൊണ്ട് അവളെടുത്ത് പുറത്തേക്ക് പോയി. അബി അംബികയെ നോക്കാതെ ജോലിയിൽ മുഴുകി. അംബിക ചിരിച്ചുകൊണ്ട് അബിയുടെ അടുത്ത് വന്നു. എന്താ മോളെ? ഒന്നുമില്ല അമ്മേ, അമ്മക്ക് ചായ എടുക്കട്ടെ? എടുത്തോ. ആ പിന്നെ ആ നെറ്റിയിലെ സിന്ദൂരം തുടച്ചേക്ക്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അടുക്കളയിൽ നിന്നും പോയി. അബി തലക്ക് കൊട്ടുകൊടുത്ത് നെറ്റി തുടച്ചു. എങ്കിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞിരുന്നു. അവളുടെ പ്രിയന്റെ പ്രണയം പകർന്നതോർത്ത്. സിധുവിൻ്റെയും അബിയുടെയും ജീവിതത്തിൽ സന്തോഷം മാത്രമായിരുന്നു. പിന്നീട് അവരുടെ കുടുംബം ഒരു സ്വർഗമായി മാറി. മക്കളുടെ സ്നേഹവും പേരക്കുട്ടികളുടെ കുറുമ്പും കളിയും ചിരിയുമായി അംബികക്ക് അവരുടെ വീട് സ്നേഹക്കൊട്ടാരമായി തോന്നി. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. അനന്തുവിൻ്റെ കല്യാണമായിരുന്നു അന്ന്. 2 അളിയന്മാരും കൂടെ ഒത്ത് അവന് നല്ലൊരു കുട്ടിയെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു, ദേവിക. ആലിക്കും മല്ലിക്കും അമ്മായി വരുന്ന സന്തോഷമായിരുന്നു. അബിയും മാതിരിയും നാത്തൂനാവുന്നതിൻ്റെ ത്രില്ലിലാണ്. അതെ, ഞാൻ പറയാൻ വിട്ടു. നന്ദേട്ടനും ആതിരിക്കും കൂടെ ഒരു കുഞ്ഞുമണി ഉണ്ടായി, കല്ലുമോൾ. കല്യാണി എന്ന കല്ല്. അവൾക്ക് 1 വയസ്സാവുന്നേ ഉള്ളൂ. ചടങ്ങെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അല്ലി സിധുവിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. ആലി പിന്നെ എല്ലായിടത്തും എത്തി മാമൻ്റെ കല്യാണം പൊടിക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അബി അല്ലിയെ ഓർക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയി. സിധു നന്ദന്റെ കയ്യിൽ നിന്നും കല്ലുവിനെ എടുത്ത് ഉമ്മറത്തിരിക്കുമ്പോഴാണ് അനന്തു അങ്ങോട്ട് വന്ന് അവനെ കണ്ടു. സിധു നാക്കി ചിരിച്ചു. എന്താടാ ഒരളിഞ്ഞ ചിരി? ഏയ് ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി. നിന്നെ പോലെയല്ല ഞാൻ, എനിക്ക് നല്ല കൺട്രോളുണ്ട്. കണ്ടറിയാം. എടാ, എത്ര പെൺകുട്ടികൾ എൻ്റെ പുറകെ വന്ന, പക്ഷെ ഞാൻ വീണില്ലല്ലോ. അതായി അനന്തു. ഓ പിന്നെ വല്ലാതെ കളിച്ചാലേ നിന്റെ റെക്കോർഡ് ഞാൻ തകർക്കും. എങ്ങനെ? നീ 1 മാസം എടുത്തതേ ഞാൻ അതിനു മുമ്പേ ആക്കും. എന്താ മണവാളൻ ഒരു സ്വകാര്യം പറച്ചില്? നന്ദൻ സിധുവിൻ്റെ അരികിൽ വന്നിരുന്നു. അനന്തു സിധുവിനോട് നന്ദനോട് പറയില്ലെന്ന് ആംഗ്യം കാണിച്ചു. ഏയ് ഒന്നുമില്ല നന്ദേട്ടാ, ഇനി അടുത്ത ഒത്തുകൂടിൽ എപ്പോഴാന്ന് പറയാറ് ഞങ്ങൾ. ഇവന് പെണ്ണ് കിട്ടാൻ തന്നെ 2 വർഷത്തിലേറെ എടുത്തു. ഇനി അടുത്തൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ പറയല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ നൂലിയിട്ടുണ്ട് നന്ദേട്ടാ. അനന്തു നാണത്തോടെ പറയുന്നത് കണ്ട് സിധു നന്ദനും ചിരിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ സിധു അബിയും തിരിച്ചു വന്നു. അംബിക കല്യാണം കഴിഞ്ഞവൻ പോയിരുന്നു. അബിയോട് അവിടെ നിന്നോ എന്ന് സിധു പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സറിയാവുന്നതുകൊണ്ട് അബി നിന്നില്ല. അവർ വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് നിൽക്കുന്ന കാറ് കണ്ട് സിധുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അബിക്ക് അത് ആരുടെയാണെന്ന് മനസ്സിലായില്ല. സിധു അലി അബിയുടെ മടിയിൽ നിന്നെടുത്ത് അകത്തേക്ക് പോയി. അബി ആലിയെയും കൊണ്ട് പുറകിലാണ് ചെന്ന്. അകത്ത് കയറുമ്പോൾ തന്നെ സോഫയിലിരിക്കുന്ന മീരയെ കണ്ടതും അബിയുടെ കണ്ണുകൾ സിധുവിലേക്ക് നീണ്ടു. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. അവൻ്റെ അടുത്ത് നിൽക്കുന്ന അംബികയുടെ മുഖവും ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഞാൻ വന്ന് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളാരെയും ശല്യം ചെയ്യാൻ വന്നല്ല, മീര എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പക്ഷെ അപ്പോഴും സിധുവിൻ്റെ മുഖത്ത് പുച്ഛമായിരുന്നു. അവൾ അവൻ്റെ മുന്നിലേക്ക് നിന്നു. സോറി സിധു, എൻ്റെ സ്വാർത്ഥം എന്നെ കൊണ്ടെല്ലാം ചെയ്യിച്ചു. നിന്നോട് എനിക്ക് സ്നേഹമല്ലായിരുന്നു, നീ എനിക്ക് വാശിയായിരുന്നു. അതാണെന്ന് അങ്ങനെയെല്ലാം. മീര അംബികയുടെ കൈ പിടിച്ചു. അവർക്ക് അവളോടുണ്ടായിരുന്ന ദേഷ്യമെല്ലാം എങ്ങോ പോയതുപോലെ തോന്നി. ആൻറ്റി എൻ്റെ സ്വന്തം അമ്മയെ പോലെ എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ സോറി, എൻ്റെ മകളായി തന്നെ കാണണം. അവളുടെ നോട്ടം പിന്നെ ചെന്നെത്തിയത് അബിയിലായിരുന്നു. അവൾ അബിയുടെ അടുത്ത് വന്നു. അബി അവളെ നോക്കിയൊന്ന് ചിരിച്ചു. സിദ്ധു ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ നിന്നെ അവന് കിട്ടില്ല. നിന്റെ മനസ്സിലെ നന്മ കൊണ്ടാ നിനക്ക് നിന്റെ പ്രണയം സ്വന്തമായത് അബി. അബി ചിരിച്ചുകൊണ്ട് മീരയുടെ കൈ പിടിച്ച് അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അതിൽ നിന്നും തന്നെ അവൾ പറയുന്ന ആത്മാർത്ഥമായിട്ടാണെന്ന് അബിക്ക് മനസ്സിലായി. നീ പഴയ പോലെ ഇങ്ങോട്ട് വരണം. സിദ്ധുവേട്ടൻ്റെ നല്ലൊരു ഫ്രണ്ടായി, അമ്മയുടെ മോളായി, എൻ്റെ കൂടെപ്പിറപ്പായി, എൻ്റെ മക്കളുടെ ആൻറ്റിയായി. മീര കരഞ്ഞുകൊണ്ട് അബിയെ കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച കണ്ട് സിദ്ധുവിൻ്റെ മനസ്സിൽ അബിയോടുള്ള സ്നേഹം ഉയരുകയായിരുന്നു. തന്നെ നോവിച്ചവളോട് ക്ഷമിക്കാൻ കഴിയുന്ന പെണ്ണ്. മീര ആലിയുടെ കവിളിൽ തലോടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തോ അബിക്ക് മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിയതുപോലെ തോന്നി. രാത്രി അബി അലിയെ ഉറക്കി കിടത്തി മേൽ കഴുകാൻ വേണ്ടി പോകുമ്പോഴായിരുന്നു സിദ്ധു മുറിയിലേക്ക് വന്ന്. അബി അവനെ നോക്കി പുരികം പൊക്കി. ആലിയോടെ? അവൾ അമ്മയുടെ കൂടെ കിടന്നു. കിടന്നതോ കിടത്തിയതോ? സിദ്ധു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മീശ വിരിച്ചു. അവിടെ നിന്നാൽ പന്തിയെല്ലാം തോന്നിയതും അബി വേഗം ബാത്റൂമിൽ കയറി. അവൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ സിദ്ധു അല്ലിയെ എടുത്ത് ചെറിയ ബെഡിലേക്ക് മാറ്റി കിടത്തിയിരുന്നു. അബി അത് കണ്ടതും സിദ്ധുവിനെ നോക്കാതെ വേഗം കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. പുറകിൽ നിൽക്കുന്ന സിദ്ധു അവളെ കണ്ണാടിയിലൂടെ നോക്കി നിന്നു. അവന്റെ നോട്ടം കണ്ട് എന്തോ പോലെ തോന്നി. അബി തിരിഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ നോക്കല്ലേ സിദ്ധു ഏട്ടാ. സിദ്ധു ചിരിച്ചുകൊണ്ട് അവളെ കയ്യിൽ കോരിയെടുത്തു. അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് അവൾ കിടന്നു. അവളെ ബെഡിൽ കിടത്തി അവൻ കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. ആ മങ്ങിയ വെളിച്ചത്തിൽ അവന്റെ മിഴികളിലെ പ്രണയം അവൾ കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുകളിൽ കൈകുത്തി നിന്നവൻ. നിന്നെ എത്ര നോക്കിയാലും മതിയാവില്ല ആമി. നിനക്ക് എന്നും എന്നിൽ പുതുമയാണ് പെണ്ണെ. അവളുടെ കവിളിൽ പടർന്ന ചുവന്ന രാശിയിലേക്ക് അവൻ ചുണ്ടുകൾ അമർത്തുമ്പോൾ അബി അവനെ ചുറ്റി പിടിച്ചിരുന്നു. അവളുടെ മാത്രം സ്വന്തം എന്ന പോൽ. അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞു വീഴുമ്പോഴും അവളിൽ നിന്നുയരുന്ന ശീൽക്കാരങ്ങളും അവനിൽ കൂടുതൽ ആവേശം നൽകി. ഒടുവിൽ അവന്റെ പ്രണയം ഏറ്റുവാങ്ങി അവൾ തളർന്നു വീഴുമ്പോൾ അവളെ താങ്ങി നിർത്തി അവന്റെ ചുണ്ടുകൾ വിയർപ്പ് പൊടിഞ്ഞ് അവളുടെ സിന്ദൂര രേഖയിൽ പതിഞ്ഞു. എൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്ന പെണ്ണ്. അവന് നെഞ്ചിൽ കിടന്ന് അബി ഓർത്തു. ഒരു മഴക്കാലത്ത് തൻ്റെ കുടക്കിഴിയിലേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നവൻ പിന്നീട് തൻ്റെ ജീവനായി മാറിയത്. തമ്മിലകന്നപ്പോൾ വിധിയെ പഴിച്ചു കഴിഞ്ഞപ്പോഴും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സ്നേഹക്കടൽ തനിക്ക് സ്വന്തമാവുമെന്ന്. മരണം വരെ ഈ പ്രണയം ഏറ്റുവാങ്ങണം. തനിക്ക് മാത്രം സ്വന്തമായ അവളുടെ പ്രാണനെ. തുളസിയുടെ നൈർമല്യം പോലെ ഒരു പെണ്ണ് തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. സ്നേഹം കൊണ്ട് ഓരോ നിമിഷവും തന്നെ തോൽപ്പിക്കുന്നു. ഒരിക്കലും അവളെ കൈവിടാതെ ഇങ്ങനെ ചേർത്ത് നിർത്തണം. ആമി, നമുക്കൊരു യാത്ര പോയാലോ? ഇപ്പോഴോ? നീ റെഡിയാവും. അപ്പം മോള്? അവള് ഞാൻ അമ്മയുടെ അടുത്ത് കിടത്തിക്കോളാം. എങ്ങോട്ടാ? ഞാൻ വിളിച്ചാൽ എങ്ങോട്ടാന്ന് ചോദിക്കരുത്, അങ്ങ് പോന്നോണം. സിദ്ധു എഴുന്നേറ്റ് ഡ്രസ്സ് ഇട്ട് അല്ലിയെടുത്ത് മുറിയിൽ നിന്നും പോയി. അബി ഡ്രസ്സെല്ലാം വാരിയെടുത്ത് ബാത്റൂമിലേക്ക് ഓടി. അവൾ താഴെ വരുമ്പോൾ സിദ്ധു ബൈക്കിൽ കയറിയിരുന്ന് അവളെ നോക്കുകയായിരുന്നു. അവനെ ചുറ്റി വരിഞ്ഞ് അവർ യാത്ര തുടർന്നു. ഒടുവിൽ ആ നിലാവെളിച്ചത്തിൽ അവൾ കണ്ടു അവർ പോകുന്ന ഒരു കുന്നിൻ മുകളിലേക്ക് കാണുന്നു. കുറച്ചു ദൂരം ചെന്ന് ബൈക്ക് നിർത്തി സിദ്ധു അബിയുടെ കൈ പിടിച്ച് കുന്നിൻ മുകളിലേക്ക് കയറി. അബി ചുറ്റും നോക്കി അവിടുത്തെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ സിദ്ധുവിൻ്റെ കണ്ണുകൾ അബിയിലായിരുന്നു. ആമി. അബി സിദ്ധുവിനെ നോക്കിയതും അവൻ അവിടെ കൈ പിടിച്ച് അവളിലേക്ക് ചേർന്ന് നിന്നു. അബിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ അവനെ തന്നെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ ആമി. അവൾ കണ്ണുകൾ മിഴിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ വിഷ് അവൾ അത്രയും സന്തോഷത്തിലാക്കിയിരുന്നു. സിദ്ധു പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് തുറന്നു നോക്കിയതും അതിൽ AS എന്ന ലെറ്ററുള്ള ലോക്കറ്റ് അടങ്ങിയ ഒരു സിമ്പിൾ ചെയിനായിരുന്നു. സിദ്ധു തന്നെ അവൾക്കത് കെട്ടിക്കൊടുത്തു. അബിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അത് സന്തോഷം കൊണ്ടായിരുന്നു. ഐ ലവ് യു സിദ്ധു ഏട്ടാ. ലവ് യു ടു ആമി. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. താങ്ക്സ് ഏട്ടാ, എന്നെ സ്നേഹിച്ചതിന്, ഭാര്യയാക്കിയതിന്, നിങ്ങളുടെ മക്കളുടെ അമ്മയാക്കിയതിന്, അതിലുപരി ഓരോ നിമിഷവും എന്നെ കൊല്ലാതെ കൊല്ലുന്ന ഈ പ്രണയം നൽകി എന്നെ തളർത്തുന്നതിന്. എൻ്റെ ആലിപ്പഴവും അല്ലിപ്പൂവും എല്ലാം വിടർന്ന് നിന്നിൽ നിന്ന് എന്നെ വിശ്വസിച്ച് നിന്റെ ശരീരവും മനസ്സും ഒരുപോലെ നൽകി എന്നെ സ്നേഹിച്ചതിന് ഞാനല്ലേ ആമി പുണ്യം ചെയ്ത്? അല്ല, ഞാനാണ്. ഓടി, ഞാനാ. ഏട്ടാ. സിദ്ധു അവളുടെ മുഖം കയ്യിലെടുത്ത്. ഇപ്പോഴും നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ല കേട്ടോ കെട്ടിയോളെ. എന്ത് ലക്ഷ്യം? ജൂനിയർ സിദ്ധു. അവളുടെ കാതോരം വന്ന് അവൻ മൊഴിയുമ്പോൾ ആ നിലാവെളിച്ചത്തിൽ പോലും അവളുടെ മുഖം നാണം കൊണ്ടത് അവൻ കണ്ടു. ഒട്ടും ആലോചിക്കാതെ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ചുണ്ടിൽ അവൾ ചുണ്ടുകൾ ചേർത്തു. സിധുവിൻ്റെ മാത്രം ആമിയാ ഞാൻ.
ഇതുപോലൊരു കുറുമ്പനെ തിരിഞ്ഞാൽ. അവൾ അതും പറഞ്ഞകന്നതും സിദ്ധു വീണ്ടും അവളെ അവനിലേക്ക് തന്നെ അടുപ്പിച്ചു. അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. സിദ്ധു അവൻ്റെ ആമിയും പ്രണയിച്ചുകൊണ്ടേയിരിക്കട്ടെ. അവരുടെ പ്രണയവും ജീവിതവുമെല്ലാം നമുക്കിനി മനസ്സിൽ കാണാം. ആലിക്കും മല്ലിക്കും കൂട്ടായി ഒരു കുറുമ്പൻ കൂടെ അവരുടെ ജീവിതത്തിൽ വരട്ടെ അല്ലേ. അവരുടെ ജീവനിൽ അലിഞ്ഞു ചേർന്ന് മതിവരാതെ അവർ പ്രണയിച്ചും സ്നേഹിച്ചും പിണങ്ങിയുമെല്ലാം ജീവിക്കട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റന്നാൾ മുതൽ ഇഷ്കിൻ നിലാവ്, നെഞ്ചോട് ചേർത്ത് എന്നീ സൂപ്പർ ഹിറ്റ് കഥകൾ സമ്മാനിച്ച അജുവ എഴുതുന്ന ആക്ഷൻ ഹീറോ എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്.